Warm greetings, ladies and gentlemen, boys and girls. Welcome to another episode of Priya Jacobs Meraman, My Mind, in association with Contour Backwater Hotel Resort and Convention Center. In the number guest, very special honor as always, and I'm not going to introduce you to them, they themselves will introduce. So, namaste. Namaste. So, can you introduce yourself to our viewers? എൻ്റെ പേര് സോമനാഥ്. Okay. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മണിമലയ്ക്കടുത്ത് കടയിനിക്കാട് എന്ന സ്ഥലത്തു നിന്നാണ്. Okay. പിന്നെ ഞാൻ ഏകദേശം ഒരു 40 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നു. മാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഹൗസ് വൈഫായിട്ടാണ് തന്നെയാണ് ദുബായിലെ വർക്ക് ചെയ്തെങ്കിലും ഇവിടെ ഒന്നും. എത്ര നാളായി നിങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട്? ഞങ്ങളിപ്പം 2017 തൊട്ട് പെർമനന്റ്ലി സെറ്റിൽഡ്. റിട്ടയർമെന്റ് എൻജോയ് ചെയ്യാൻ നാട്ടില്. അതെ. ഓക്കെ. പിന്നെ നമുക്ക് സമയം പോകാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതാണ് മാമിന് നിങ്ങൾ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്തതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ്. മാമിന് അറിയാലോ, നമ്മളുടെ ഈ ഷോ എന്ന് പറയുന്നത് വി വോണ്ട് അവർ സീനിയർ സിറ്റിസൻസ് ടു ജസ്റ്റ് ഡു സംതിങ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലാതെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ഈ പ്രോഗ്രാംസ് എല്ലാം കൊണ്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, ലൈക്ക് മാം ഈയിടെ ഒരു അരങ്ങേറ്റം ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് അട്രാക്റ്റഡ് മീ ടുവേർഡ്സ്. യാദൃച്ഛികമാണ്. ഞങ്ങള് ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ അവിടെ എന്തിന്റെ അരങ്ങേറ്റം നമുക്കൊന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഭരതനാട്യമാണ്. കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും. ഭരതനാട്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ കൂട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമായിരുന്നു നേരത്തെ. എന്റെ മോള് പഠിക്കുന്ന സമയത്തും അവള് നല്ലപോലെ കളിക്കും. ഭരതനാട്യം തന്നെ കളിക്കുന്നു, നന്നായിട്ട് കളിക്കുന്ന കുട്ടിയാ. അപ്പം അവളെ ഇങ്ങനെ പഠിപ്പിക്കാൻ ടീച്ചർ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു, എനിക്ക് ഒരുപാട് പ്രായമായിപ്പോയി, എനിക്കിതൊരു ഇഷ്ടമാണ്. അന്നെന്ന് പറയുമ്പോ എത്ര ഏജിലാണ്? എനിക്കൊന്ന് 30s അന്നും മാം വിചാരിച്ചു എനിക്ക് പ്രായമായി. അവളെനിക്ക് തോന്നുന്നത് 7 അങ്ങാണ്ട് പഠിക്കുമ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തൊട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ അയ്യോ ഞാനിപ്പോ എങ്ങനെയാ കളിക്കുന്നത്, ഇത്രയും പ്രായമായില്ലേ 2 കുട്ടികളുടെ അമ്മ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി NSSന്റെ പ്രോഗ്രാമിലൊക്കെ പോയി പങ്കെടുത്ത്, അതും പുള്ളിയുടെ ഒരു ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് അന്ന് അവിടെ ഡാൻസസ് ചെയ്യാം. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോസ് കണ്ടു. ഈ വീഡിയോസ് കണ്ടോണ്ടാണ് എനിക്കും അത് ഹസ്ബൻഡാണ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത്. അദ്ദേഹം പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ഞാൻ പലപ്പോഴും കണ്ടു. സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടു NSSന്റെ തന്നെ. അപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയത്. ബിക്കോസ് സോ മച്ച് ദാറ്റ് യു ഗൈസ് ആർ ഡൂയിങ്. അതെ, ശരിക്കും പറയുകയാണെങ്കിൽ പ്രിയ, നമുക്ക് മക്കള്, എന്റെ മക്കളും മരുമക്കളും എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ മോറോവർ അതാണല്ലോ ഏറ്റവും സാറാണ് ഓഫ് കോഴ്സ്. യെസ്. അതെ. അപ്പൊ പിന്നെ ഈ ഒരു ബോണ്ടിങ്ങിന്റെ രഹസ്യം എന്താ? കാരണം ഇപ്പം ഡിവോഴ്സ് റേറ്റ്സ് ഒരുപാട് കൂടി നിൽക്കുന്ന സമയം മാം. അപ്പം കപ്പിൾസ് വരുമ്പോൾ ഞാൻ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ എപ്പോഴായാലും ഇപ്പൊ ഒരു ഫാമിലി ആണെങ്കിൽ അതിൽ ചെറിയ ചെറിയ പണക്കങ്ങളും അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതെല്ലാം അടിയും തൊഴിയൊക്കെ മ്യൂച്വൽ റെസ്പെക്ട് വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഡാൻസിന്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാമിന് എപ്പോഴാണ് ഈ ഒരു തോട്ട് വന്നത്? ഇപ്പൊ ഈ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷത്തിന് മുമ്പ് നമ്മുടെ അടുത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം ഒരു ടീച്ചർ വന്നിട്ട് അവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. എന്റെ ടീച്ചറിന്റെ പേര് ശ്രുതി മോഹൻ എന്നാണ്. പുള്ളിക്കാരി അവിടെ ഒരു നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ അതിലൂടെ പാസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു ഈ ഡാൻസ് പഠിക്കുന്നതിന് യാതൊരു പ്രായപരിധിയും ഇല്ലാന്ന് കണ്ടു. അപ്പൊ ഞാൻ അതിവിടെ ഞാൻ വായിച്ചതാ. അപ്പം ഞാൻ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു, അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പ്രായപരിധി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇടയ്ക്കൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ കളിക്കുന്നതായിട്ട്, ഈ ഭരതനാട്യം തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അതിനെന്താ പോയി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞു, അയ്യോ ഈ ഏജിൽ എങ്ങനെയാ പഠിക്കുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, അതിനെന്താ, ഏജ് വെറും ഒരു നമ്പർ മാത്രമാണ്, പോയി പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിയുടെ നിർബന്ധം തന്നെയാണ് ഇത് മെയിൻ. അപ്പൊ അങ്ങനെ പോയി പഠിച്ചു. അപ്പൊ ഞാൻ അപ്പോൾ ചെന്ന് ചേർന്നപ്പോഴേ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ ഒന്നും കയറത്തില്ല, എനിക്ക് എക്സർസൈസിന് വേണ്ടിയിട്ടാണ്
അതുകൊണ്ട് എന്നെ സ്റ്റേജിൽ കയറാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ പക്ഷെ മാമിന്റെ മൈൻഡില് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഒക്കുവോ, എന്റെ ബോഡി പക്ഷെ എനിക്കിതൊരു പാഷനായിരുന്നു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് നാണമാണോ എന്താന്ന് എനിക്കറിയില്ല, സ്റ്റേജിൽ കളിക്കാൻ മടിയായിരുന്നു. അപ്പം പഠിച്ചെല്ലാം കഴിഞ്ഞപ്പം നാണം എന്തുകൊണ്ടാണ് നാണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതാണ്. എന്റെ ഫാമിലിയിൽ ആർക്കും പ്രശ്നമില്ല, പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ. പക്ഷെ ഞാന് പഠിച്ചു കഴിഞ്ഞ് നല്ലതായിട്ട് എല്ലാം ചെയ്യുന്നു. ഒരു മിനിറ്റ് നാട്ടുകാരെന്ത് പറയുമെന്ന് മാം വിചാരിച്ചു, പക്ഷെ മാം ജോയിൻ ചെയ്തു. അപ്പൊ മാമിന് ലൈക്ക് ഓക്കെ ഇനി നാട്ടുകാർ എന്ത് പറഞ്ഞാലും പറയട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ വിചാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് 1-2 ഇത് കഴിഞ്ഞപ്പോഴത്തേന് ടീച്ചർ പറഞ്ഞു ഇനി ഇത് നമ്മൾ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യണം, അരങ്ങേറ്റം നടത്തണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും പറയാൻ വയ്യാതായി പോയി. അപ്പൊ പിന്നെ ഞങ്ങള് പേടിയുണ്ടായിരുന്നു അന്നേരം? ഇല്ല, എനിക്ക് ചമ്മലോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? പനശിക്കാട് അമ്പലത്തിലായിരുന്നു പോയി ചെയ്തത്. അപ്പൊ അവിടെ നമ്മുടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ആരോടും പറഞ്ഞില്ല. ഞാൻ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് മാത്രം വന്നിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എന്താ ഞങ്ങളോടൊന്നും പറയാഞ്ഞ്, ഞങ്ങൾ വന്നേനെ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരുമാതിരി നല്ലതായിട്ട് ചെയ്തു എന്ന് ടീച്ചർ പറയുന്നു. അത് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമ്മുടെ അമ്പലത്തിലും ചെയ്യണം, നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്, ശാസ്താക്ഷേത്രമുണ്ട്, അപ്പൊ അവിടെ ഉത്സവത്തിന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഞാൻ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്. അന്ന് അവിടെ ഇപ്പം മാമിന്റെ ഒക്കെ അമ്പലത്തില് അത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പം എന്തായിരുന്നു ആൾക്കാരുടെ റിയാക്ഷൻ? എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അവർ പറഞ്ഞ നെക്സ്റ്റ് ഇയറും ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എല്ലാവരും ആരും ചോദിച്ചില്ലല്ലോ അല്ലെ, വൈ അറ്റ് ദിസ് ഏജ് ആരും ചോദിച്ചില്ല. ഇതറിയാവുന്ന ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല നേരത്തെ എന്നൊക്കെ പറഞ്ഞ് കുറെ അപ്രീഷിയേഷൻ വന്നു. പിന്നെ ഞാൻ പോകുന്ന കണ്ടുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്, ഇതേ ഏജിലുള്ളതും കുറച്ച് കൂടുതലായിട്ടുള്ളവരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനതൊരു ഇൻസ്പിറേഷൻ ആയെന്നാണ് അവർ പറയുന്നത്. എവറി ടൈം മാം സർ ഐ ഓൾവേസ് ഫീൽ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നവരെ ഈ കല്ലേറ് പൊതുവെ കൊള്ളുന്നത്, ആ ആളൊന്ന് സക്സസ് ആയെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ബാക്കി എല്ലാവരും ഓക്കെ ഇനി ഞങ്ങൾക്ക് ചെയ്യാം, പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു ഫീല് ബാക്കി എല്ലാവർക്കും വരും. ഹാറ്റ്സ് ഓഫ് മാം, ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഗസ്റ്റിന് നമ്മുടെ ഒരു സിംഗേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, ക്വാർട്ടർ ഈഗിൾസ് മ്യൂസിക് ബാൻഡിൻ്റെ ഒരു ടീമുണ്ട്. നമ്മുടെ ആ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പം പാടുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ജസ്റ്റ് ഫോർ യു ആൻഡ് ആസ് ഐ സേ എവറി ടൈം ദ വ്യൂവേഴ്സ് ക്യാൻ എൻജോയ് ഇറ്റ്. முதல் மழை என்னை நனைத்ததே, முதல் முறை ஜன்னல் திறந்ததே, பெயரே தெரியாத பறவை அழைத்ததே, மனமும் பறந்ததே, இதயமும் இதமாய் மிதந்ததே.
மிதந்ததே ஒரு நாள் உன்னை நானும் காணாவிட்டால் என் வாழ்வில் அந்த நாளே இல்லை. ஒரு நாள் உன்னை நானும் பார்த்தே விட்டால் அந்நாளின் நீளம் போதவில்லை. இரவும் பகலும் ஒரு மயக்கம் நீங்காமலே நெஞ்சில் இருக்கும் உயிரின் உள்ளே உந்தன் நெருக்கம் இருந்தாலுமே என்றும் இருக்கும் நான் இருந்தாலுமே என்றும் இருக்கும் பெயரே தெரியாத பறவை அழைத்ததே இதயமும் ஓ இதமாய் மிதந்ததே Meho 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 lahi lahi ma, meho 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 lahi lahi ma, hello ദുബായിലായിരുന്നപ്പോഴും ബിക്കോസ് യു ലൈക്ക് ഇറ്റ് യു യൂസ് ടു ഡു ഇറ്റ് അറിയാം. അല്ലേ? ഇഷ്ടമായി. നിങ്ങൾ NSSന്റെ പ്രോഗ്രാംസ് നിങ്ങൾ രണ്ടുപേരോട് കൂടി അല്ലാതെ ക്ലാസിക്കലായിട്ടല്ലായിരുന്നു ഇത്. അല്ല, ഈ അത് പഴയ വെറുതെ പഴയ മലയാളം വെറുതെ അപ്പം തന്നെ ചെയ്യുന്നു, നൃത്താവിഷ്കാരം. അത് പാട്ട് കേൾക്കും അപ്പം തന്നെ നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവരെപ്പോഴും എല്ലാ ഫംഗ്ഷനും പറയും നിങ്ങൾ ചെയ്യണമെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് എത്ര കൊച്ചുമക്കളുണ്ട്? ഞങ്ങൾക്ക് 2 മക്കളാണ്. അവർക്ക് 2 പേർക്ക് ഈ 2 മക്കളും ഇതുണ്ട്. സോ ഗ്രാൻഡ് ചിൽഡ്രൻ അഭിമാനത്തോടെ പറയാം ഞങ്ങളുടെ ഗ്രാൻഡ് മദർ Definitely, അരങ്ങേറ്റം definitely. ചെയ്തു എന്നുള്ളല്ലേ? അവരെപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് ചെയ്തു, അല്ലെ നീ ചെയ്യണം. എല്ലാവരും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആക്ച്വലി പെർഫെക്ഷൻ അല്ല അവിടെ വലുത് അല്ലേ? പെർഫെക്ഷൻ അല്ല, എന്നുള്ളതല്ല. perfection എന്നുള്ളതല്ല. ഈ ഒരു ഏജില് ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളിപ്പോ അവിടുന്ന് പ്ലാൻ ചെയ്ത് റിട്ടയർമെന്റ് നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം ഇല്ല, അങ്ങനെ വല്ല ശരിയാണ്. ഐഡിയാസ് ഉണ്ട്? ഇവിടെ വന്നതിന് ശേഷമുള്ള തീരുമാനങ്ങൾ അതെല്ലാം. എല്ലാം തീരുമാനിച്ചു. അപ്പൊ ഞാനിപ്പം ഇവിടുത്തെ NSS കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെയും വൈസ് പ്രസിഡന്റ് ആണ്. വെരി നൈസ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് അങ്ങ് ഇറങ്ങി ചിരിച്ചു. ഇപ്പൊ ഇതൊക്കെ ഇറങ്ങി ചിരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ പറയും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുമ്പം അത് നമ്മുടെ മൈൻഡാണ്. പക്ഷെ നമ്മളുടെ ബോഡിയിൽ ഇത് നമ്മുടെ ഹെൽത്തിൽ നമുക്ക് വേദനകളും ആസ് യു ഏജ് നമുക്ക് വേദനകളും ഒക്കെ ഉണ്ടാവും. ചെറുത് ഇപ്പം ഡയബറ്റീസ് ആയിട്ടും പ്രഷറായിട്ടും ജോയിന്റ് പെയിൻസ് ആയിട്ടും ഇതൊക്കെ ഉണ്ടാവും. സോ ഹൗ ഡു യു കോപ്പ്? ഇത് രണ്ടുകൂടെ എങ്ങനെ നിങ്ങൾക്ക് അത് കോപ്പ് ചെയ്യാൻ? നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ അത് വെച്ചിരുന്നാൽ നമുക്ക് അസുഖമാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. പക്ഷെ നമ്മൾ ഓക്കെ നമുക്ക് അസുഖമുണ്ട്, പക്ഷെ നമ്മൾ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മൾ യാത്രകൾ ചെയ്യുന്നു. ബിസി ആവണം, ലൈഫ് ബിസി ആവണം, എന്നാലും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. Actually, when your mind is healthy, your
ബോഡി ഓട്ടോമാറ്റിക്കലി സ്റ്റേസ് ദാറ്റ് വേ അല്ലേ. ചെറിയ എലിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മൈൻഡ് ഹെൽത്തി ആയിട്ട് വെച്ചാൽ ഒരുപാട് വലിയ രോഗങ്ങളിലൊന്നും വരാതെ കുറെ മുമ്പോട്ട് നന്നായിട്ട് തന്നെ പോകാനൊക്കെ. ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അതിനാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ വെച്ചേക്കുന്നത്, ലൈക്ക് ടു ഷോ പീപ്പിൾ ദാറ്റ് സീ ദെർ ആർ പീപ്പിൾ വർ ഡൂയിങ് ഓൾ ദിസ്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചെയ്യുക, വീട്ടിൽ അങ്ങനെ ഇരിക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്കിനി എന്തിനാ നമ്മളുടെ എല്ലാം തീർന്നില്ലേ എന്നൊന്നും പറഞ്ഞിരിക്കാതെ ലിവ് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത്. ഇതാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന മെസ്സേജ്. അതാണ് ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്. ലൈക്ക് യുനോ വി ഓൾ ക്യാൻ സ്റ്റിൽ ഡു തിങ്സ് എന്നുള്ള ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ആക്ച്വലി റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റാർട്ട് ഓഫ് ലൈഫാണ് അല്ലെ. അത്രയും നാളും ജോലിയെല്ലാം ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മാറ്റിച്ച് സെക്കൻഡ് പാർട്ട് ഓഫ് എ പേഴ്സൺസ് ലൈഫ് റിട്ടയർമെന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ കൃഷി കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ഥലമുണ്ട് അവിടെ കുറെ ഈ കപ്പ, ചേന, അങ്ങനെയെല്ലാം എല്ലാം ചേമ്പ്, കാച്ചിൽ, ഇതെല്ലാം ഞങ്ങൾ നട്ട് വളർത്തുന്നുണ്ട്. അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ വീട്ടിൽ വളർത്തും. അതൊരു ടൈം പാസ് ആണ്. ഓഫ് കോഴ്സ്. ഓ യെസ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇരുന്ന കാർഡ്സ് ഒക്കെ കളിക്കും. ഓ ഓക്കെ. നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്? ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരു 7 to 9 in the evening കാർഡ്സ് കളിക്കും. ആക്ച്വലി that is something worth telling the viewers. നമ്മളുടെ ചുറ്റുവട്ടം നമ്മൾക്ക് തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. Mingle with people, socialize with people, bring them together. കാരണം അതിൻ്റെ ഒരു വൈബും ഒരു ഹാപ്പിനെസ് ഇസ് സംതിങ് വെരി ഡിഫറെന്റ് അല്ലേ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും വർത്താനം പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇഫ് യു ഇൻവൈറ്റ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ്, പ്ലേ കാർഡ്സ്, എത്രയോ പേര് ബാഡ്മിൻ്റൺ കളിക്കുന്ന എത്രയോ പേരുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കാം, മേക്ക് ഫുഡ്, ഷെയർ ഫുഡ്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സീനിയർ സിറ്റിസന്റെ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാമെങ്കിൽ തന്നെ ഒരു പ്രത്യേക സന്തോഷം അത് അല്ലേ. സാറിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പം സാർ പൊതുവെ ഈ ഗ്യാദറിങ്സിലൊക്കെ പാടുമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു 4 lines പാടാവോ? തൊഴുതു മടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു, ഈറൻമുടിയിൽ നിന്നിറ്റിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിനു തീർത്ഥമായി. തൊഴുതു മടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. വെരി നൈസ്. നല്ല വോയിസ്. നിങ്ങൾ ആക്ച്വലി മെയ്ഡ് ഫോർ ഈച്ച് അതർ. അല്ല സീരിയസ്ലി. സോ മാം, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് ടു ടെൽ ദ വ്യൂവേഴ്സ്, നമ്മളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ, രണ്ടുപേർക്കും പറയും, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ? ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കരുത്, പ്രായമായെന്നും പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ മറ്റുള്ളവരെ നമ്മളെ ചെയർഫുള്ളായിട്ട് നടക്കുന്നു, അല്ലെ ഹാപ്പി ആയിട്ട് നടക്കുന്നു, അതുപോലെ മറ്റുള്ളവരും വേണം എന്നൊരു ആഗ്രഹമാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അപ്പം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് സംസാരിക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡാൻസ്, ഞാൻ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തു ഇടയ്ക്ക്. ചെറിയ ഷോർട്ട് ഫിലിം, അതിനൊരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ പിന്നെ 2-3 ചെറിയ റോള് സിനിമയിലും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇതെല്ലാം ഒരു പാഷനാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ഒരുപാട് ഹൈ ലെവലിൽ പോകാനൊന്നും അല്ല, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം തോന്നും ഇതൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളൊന്നും തികഞ്ഞിട്ടല്ല എല്ലാം ചെയ്യുന്നില്ലേ മാം. പിന്നെ പലരും കുറ്റങ്ങൾ പറയുമായിരിക്കാം, പക്ഷെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ഇഷ്ടം അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടം, അതാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ എന്റെ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ഇഷ്ടങ്ങൾ, അത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. സാറിനെന്താ പറയാനുള്ളേ? എനിക്കും ഏകദേശം അതുപോലെ തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും കീപ് അവർ സെൽസ് ബിസി ഓൾവേസ്. നമ്മളെന്തിനും എൻഗേജ് ചെയ്തിരിക്കണം. നമ്മൾ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അസുഖം ബാധിക്കും, നമുക്ക് ഒരു ഉത്സാഹം കാണുകയില്ല. അങ്ങനല്ലാതെ നമ്മളെപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ ക്ഷേത്ര കാര്യങ്ങൾ, കരയോഗം കാര്യങ്ങൾ. അപ്പം അങ്ങനെ എപ്പോഴും ബിസിയാണ്. നമുക്ക് സമയമില്ല എന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് എപ്പോഴും. ഈ പ്രായത്തിൽ നമ്മൾ വളരെ യങ്ങായിട്ട്, നമുക്ക് മൈൻഡ് വളരെ യങ്ങായിട്ട് നമുക്കൊന്നും വേറെ ഒന്നും ചിന്തിക്കാൻ നേരെ എടുക്കാതിരിക്കുക അല്ലെ. ഈ ഓവർ തിങ്ക് ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള തോട്ട്സ്
ഇനി എങ്ങനെയാണ് മുമ്പോട്ട് കഴിഞ്ഞ കാര്യങ്ങൾ എത്രയോ എനിക്ക് കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മെയിൻ ഇതിൻ്റെ പുറകോട്ടുള്ള കാര്യങ്ങളാണ് ചിന്ത. പുറകോട്ടുള്ള ഞങ്ങൾ പറയും പുറകോട്ടുള്ള കാര്യങ്ങൾക്ക് അത് കഴിഞ്ഞതാണ്, മുമ്പോട്ടുള്ള കാര്യം നിങ്ങളുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഡോണ്ട് വേസ്റ്റ് ദ ഡേ. പ്രസൻറ്റ് ഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബിൽഡ് യുവർ മൈൻഡ്. പുറകോട്ട് നോക്കി മുമ്പോട്ട് നോക്കിയിരിക്കാതെ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാൻ നമ്മൾ എപ്പോഴും യു ഗൈസ് ആർ ഡൂയിങ് ഇറ്റ്. അതാണ് അത് നമുക്ക് ഏറ്റവും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പിന്നെ ഒരു കുഴപ്പമില്ല. ഞാനിത് പറയുമ്പോൾ ചിലരോട് പറയും ഏജ് ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ, ഞങ്ങൾക്ക് ബോഡിക്കൊക്കെ വേദനയുണ്ട്. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതല്ല, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പറയണ്ടല്ലോ, നമുക്കുണ്ടാവും. എക്സാക്ട്ലി. പക്ഷെ മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാക്ട്ലി. കുറെയൊക്കെ അസുഖങ്ങളും കാണുകയല്ല അങ്ങനെ. റൈറ്റ്. അത് ഈ പ്രോഗ്രാം തന്നെ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു സർ. എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടു. എല്ലാ എപ്പിസോഡും കാണും. നമ്മുടെ എയിമും അത് തന്നെയാണ്. സർവീസ് ടു ദ സൊസൈറ്റി ഈസ് പാർട്ട് ഓഫ് our program എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വന്നേക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്. ഉണ്ട്. നമുക്ക് കോൾസ് വരുന്നുണ്ട്. ലൈക്ക് പീപ്പിൾ ആർ കോളിംഗ് us, ലൈക്ക് ഞങ്ങൾക്കും വി ഓൾസോ വോണ്ട് ടു ടോക്ക് എന്ന് പറഞ്ഞ് പീപ്പിൾ ആർ കോളിംഗ് us. സോ ഇറ്റ് ഈസ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ്. പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ്. സോ മാം വി ഹാവ് ടു വൈൻഡ് അപ്പ് ദ ഷോ. ഇറ്റ്സ് ഓൾറെഡി time for it. നമ്മൾ സംസാരിച്ചാൽ ഇരുന്ന് സംസാരിക്കാം. I know there is so much that you want to say. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഭാവം മാത്രമേ ചോദിക്കാൻ ഒക്കത്തുള്ളായിരുന്നു. So thank you so much, sir. Thank you so much, ma'am. Thank you very much. So with this, ladies and gentlemen, I truly hope that somebody has got inspired from their words. So me Priya Jacob signing off. So until we meet next, it's a big bye from my side.